അടി ഇടി എല്ലാം ഉണ്ട് പടത്തില്. അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സോ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് മൂവി ഉണ്ടായിട്ടില്ല. മമ്മൂട്ടിയുടെ ഓരോ എൻട്രിയും രോമാഞ്ചം. എന്റെ അമ്മ എന്തൊരു അവതാരമാണ് തിയേറ്ററിൽ കത്തിച്ച് വെച്ചിരിക്കണ അയാള്. ഒരു രക്ഷയില്ലാത്ത സാധനം. ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കാരണം നമുക്ക് വേറെ ലെവല്. ഇത് എമ്പുരാനല്ല, ഇത് തമ്പുരാൻ. പിടിച്ചാ കിട്ടൂല, ഒരു രക്ഷയില്ല. തിയേറ്റർ കത്ത് ഇത് സൂപ്പർ ഹിറ്റ്, വിഷു സൂപ്പർ ഹിറ്റ്. പടം വേറെ ലെവലാണ്. അടി ഇടി എല്ലാം ഉണ്ട് പടത്തില്. നമ്മളെ പോലീസ് ഒന്നും ദുബായ് കണ്ടിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സോ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് മൂവി ഉണ്ടായിട്ടില്ല. അടിപൊളി മൂവി, കിടുക്ക്. നമുക്ക് തകർത്തിരിക്കുന്നു. പടം പൊളിയാണ്. ഇത് മമ്മൂക്കയുടെ വേറെ ലെവലിൽ പടം. മമ്മൂട്ടിയുടെ ഓരോ എൻട്രിയും രോമാഞ്ചം വന്ന രോമങ്ങളല്ല എവിടെയൊക്കെ ഇല്ല വരവും ഉള്ളോളൂ. പിന്നെ ഉണ്ടാവും പടം സൂപ്പർ. ഞാൻ മമ്മൂട്ടി ഒന്നും പറയില്ല, സൂപ്പർ പടം, ഒന്നും പറയില്ല. അടിപൊളി ഫാമിലി സൂപ്പർ പടം, ഒരു രക്ഷയില്ല പടം. ക്ലൈമാക്സ് മാത്രം മതി പിടിച്ചിരുത്താൻ. തൂക്കിക്കഴിഞ്ഞ് ഒരു രക്ഷയില്ല. മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ കൊണ്ടുവരുന്ന മമ്മൂക്കയാണ്. വീണ്ടും ഒരാളെ കൂടെ കൊണ്ടുവരുന്ന ഗംഭീര പടം. സെക്കൻഡ് ഹാഫും ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ രോമാഞ്ച പടം. അടിപൊളി ഗംഭീര പടം. എന്റെ അമ്മ എന്തൊരു അവതാരമാണ് തിയേറ്ററിൽ കത്തിച്ച് വെച്ചിരിക്കണ അയാള്. ഒരു രക്ഷയില്ലാത്ത സാധനം. അമ്മാതിരി BGM ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ ഞെട്ടിച്ചളഞ്ഞ അയാള്. തിയേറ്റർ കത്തി കയറിക്കൊണ്ടിരിക്കണ്. അടിപൊളിയാണ്. മമ്മൂക്കാക്ക് ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കാരണം നമുക്ക് വേറെ ലെവല്. ഒരു രക്ഷയില്ല. ഒളിച്ചടിക്ക് അർമാദിച്ചു. മലയാള സിനിമയല്ല, ലോക സിനിമയിൽ മമ്മൂട്ടിയെ വല്ല ഒരു മനുഷ്യനില്ല. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം. ഈ വേഷങ്ങൾ ആരാണ്? ആരെ തിമിർക്കാൻ? അമേസിംഗ്, അൺബിലീവബിൾ, ഇല്ല, ഹൈപ്പില്ല, പ്രചരണം വേണ്ട, ഒന്നും വേണ്ട. പണി നല്ല പണിയെടുത്തിട്ട് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ. ഒയ്യോ അസാധ്യ സാധനം, ഹെവി സാധനം. പ്രസ് മീറ്റ് വേണ്ട, പ്രചരണം വേണ്ട, ഹൈപ്പ് വേണ്ട, ട്രെയിലറും ടീസറും വേണ്ടായിരുന്നു. കണ്ട് ഞെട്ടിക്കോ, വന്ന് കയറി കണ്ട് ഞെട്ടിക്കോളണം. അമ്മാതിരി പണിയാണ് ചെയ്തിട്ട് വീട്ടിലിരിക്കണം. അമ്മാതിരി പണിയായിട്ട് വീട്ടിലിരിക്കുകയാണ്. റെസ്റ്റ് എടുത്തോ, റെസ്റ്റ് എടുത്തോ, പൊന്നിക്ക റെസ്റ്റ് എടുത്തോ. ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം. തിയേറ്റർ പ്രളയം. ഇത് എമ്പുരാനല്ല, ഇത് തമ്പുരാൻ. മൂവി കാരണം നമുക്കടെ സ്റ്റൈലിഷ് ക്ലൈമാക്സ് 20 മിനിറ്റ്. എൻ്റെ അമ്മ ഒന്നും പറയാൻ പറ്റില്ല. തീ പറയുന്ന ആവേശം കടല് തന്നെ ഇളമ്പി. ഒരു രക്ഷയില്ലാത്ത ഒരു ഇതായിരുന്നു. ക്ലൈമാക്സ് 20 മിനിറ്റ് നമുക്ക് അഴിഞ്ഞാടിയിട്ടുണ്ട്. അടിപൊളി. മമ്മൂക്ക ഇനിയും ഒരു 10 വർഷം നമ്മളെ സന്തോഷിപ്പിക്കാൻ കൂടെ ഉണ്ടാവുമെന്ന് പറയാതെ പറയുകയാണ്. പുള്ളി അങ്ങ് ആറാടുകയാണ്. എക്സലന്റ്. ആദ്യം മുതൽ അവസാനം വരെ തകർത്ത് വാരിയിട്ടുണ്ട്. ഒരു ഗെയിം ഷോ ആണ്, കംപ്ലീറ്റ് ഗെയിം ഷോ. നമുക്ക് മാത്രമല്ല, കൂടെ അഭിനയിക്കുന്ന എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സലന്റ് മൂവി, സൂപ്പർ ഹിറ്റ്. വിഷു തൂക്കി മമ്മൂക്കയുടെ 100 കോടി പടം. വീഡിയോയിലെ പടം സൂപ്പർ. ഡീനോയുടെ ഡയറക്ഷൻ ഒരു രക്ഷയില്ല. മാസീവ് ഡയറക്ഷൻ. അതുപോലെ തന്നെ ജെയ്ക്ക് വിജയുടെ മ്യൂസിക് അടിപൊളി. മാസ് ക്ലൈമാക്സ് ഒക്കെ മാസായിരുന്നു. മമ്മൂട്ടി സാറിന്റെ അഴിഞ്ഞാട്ടമാണ് പടം. അടിപൊളി, നല്ല പവർ പാക്ട് സിനിമ. ഫൈറ്റ് സീൻ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി, എക്സലന്റ് ഫൈറ്റുകൾ. നല്ല അടിപൊളി, നല്ല പ്രാക്ടീസ് ചെയ്തതാണ് ഫൈറ്റ് ചെയ്യുന്നത്. സൂപ്പർ. മമ്മൂട്ടിയുടെ ചിരി എന്ന് വെച്ചാൽ അടിപൊളി, മാസ് ചിരിയാണ്. സാറിന്റെ ചിരിയാണ് മാസ്. അതാണ് മൊത്തം ഈ പടം മൊത്തം നിറഞ്ഞിരിക്കുന്നത്. അടിപൊളി. ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ് ശരിയാവില്ല. അത് മൊത്തത്തിൽ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് പോകും. അപ്പം എല്ലാവരും മസ്റ്റ് വാച്ചാണ്. സൂപ്പർ പടമാണ്.